ഹേ ഗൈസ്, വെൽക്കം. ഇപ്പോൾ ടൈം 5:58. ഞാൻ നമ്മളെ പോണ്ടിച്ചേരി പോകേണ്ടത്. അതുകൊണ്ട് 4:30 എണീച്ച് എന്നിട്ട് 5:05 പത്രം തുടങ്ങി. 6 മണിയാകുമ്പോഴത്തേക്ക് പത്രം കഴിഞ്ഞു. മണ്ടിട്ടാണ് കുഴങ്ങി വന്നിട്ട്. ഇനി നേരെ നമുക്ക് ജിമ്മ് കയറണം. ജിമ്മ് കയറാന്ന് വെച്ചാൽ നമുക്ക് എന്താ പറയുക, തിങ്കളാഴ്ച നമുക്ക് ജിമ്മ് കയറാൻ പറ്റില്ല. അതായത് നാളെ, ഇന്ന് ഞായറാഴ്ചയാണ്. നാളെ നമുക്ക് ജിമ്മ് കയറാൻ പറ്റില്ല. നാളെ പോണ്ടിച്ചേരിയിലാവില്ല. അപ്പോൾ അവിടെ നിന്ന് അങ്ങനെ വർക്കൗട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് തിങ്കളാഴ്ചത്തെ പകരം ഇന്ന് കയറും. ഇന്ന് ശരിക്കും സൺഡേ അല്ലേ, സൺഡേ ഹോളിഡേ, സൺഡേ റെസ്റ്റ് ഡേ ആണ്. പക്ഷെ നമ്മൾ ഇന്ന് ജിമ്മ് കയറിയിട്ട് തിങ്കളാഴ്ച നമ്മൾ റെസ്റ്റ് ഡേ ആക്കും. യെസ്, പെട്ടെന്ന് ഓട്ടോ ഒരു പത്രം കൂടി ഇടാളും. യെസ്, കുറച്ചും കാണാം ഗൈസ്. നമ്മൾ ജിമ്മിലെത്തി. നമുക്കൊരു 7 മണിയാകുമ്പോഴത്തേനും വർക്കൗട്ട് തീർക്കണം. ഇപ്പോൾ 6:10 പെട്ടെന്ന് തീർക്കട്ടെ, പായ നിന്ന്. അങ്ങനെ ഗൈസ് ജിമ്മ് കഴിഞ്ഞു. 6:45 കഴിഞ്ഞു. 6:10 കഴിഞ്ഞു. ഇന്ന് ചെസ്റ്റും ട്രൈസും 2-3 വെച്ച് കളിച്ച്. ഇനി നമുക്ക് കുളിക്കണം, പത്തിന് മാറ്റണം, എന്തൊക്കെയൊക്കെ ഉണ്ട് ഗൈസ്. നമ്മളെ കുളി കഴിഞ്ഞു. ഇപ്പോൾ സമയം 7:07 ഇനി നമുക്ക് ഇപ്പം തന്നെ മാറ്റല്ലേ. നമ്മൾ ഇവിടുന്ന് 9 മണിക്ക് ഇറങ്ങുക. ഇവിടുന്ന് 9 മണിക്ക് ഇറങ്ങിയാൽ സൺ കിസ്ഡ്. ഇവിടുന്ന് 9 മണിക്ക് ഇറങ്ങിയാൽ അതിനെപ്പോൾ എത്തലും അറിയില്ല. 11:40 എന്തായാലും ട്രെയിന്. അതിൻ്റെ മുന്നേ അവിടെ എത്തിയാൽ മതി, അത്രേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഡ്രസ്സ് മാറ്റിട്ടേ. ഗൈസ് ഇതാണ് ഗൈസ് നമ്മളെ ഔട്ട്ഫിറ്റ്. ഗൗരേ ഗൈസ് നമ്മൾ ഉച്ചക്ക് തിന്നാൻ കുബൂസ് അതിൽ മുട്ട വെച്ചിട്ട് റോൾ ചെയ്താണ്. 10ൻ്റെ റോബസ്റ്റ് എന്താ? 10ൻ്റെ റോബസ്റ്റ് എന്താ വാങ്ങിട്ടിയാ? ഇല്ലേ, എന്ത് വാങ്ങത്ത്? അച്ഛനെ ഞാൻ പോവാ, പ്രാർത്ഥിക്കണം. ഗോയ്സ് അങ്ങനെ ടൈമായി, നമുക്ക് ഇറങ്ങാൻ ടൈമായി. നമുക്ക് 8:45 ഇപ്പം ഇറങ്ങാം. യെസ്. പറയോ. നിങ്ങളെന്താ പറയണ്ടേ? ആ വെൽഡ് ചെയ്ത് ഇങ്ങനെ ആരാറ് വെക്കാം ഒച്ച. അപ്പൊ പെട്ടെന്ന് നീച്ചോളും ആ സൗണ്ട് കേൾക്കുമ്പോ. ട്രെയിനത്തെ എല്ലാരും നീച്ചോ. ഓ വല്ല ടീമാണ്. ഒരു ദിവസം വയനാട്ടിക്ക് പെരിന്ന് കളിച്ചാൻ പോകണാറാണ്. വയനാട്ട് പോയിക്കോളൂ, ഗ്രൗണ്ടിൽ കളിച്ചാൻ പോകണാറാണ്. നിങ്ങൾ കഴിക്കട കേട്ടോ, വയനാട്ടിക്ക് കഴിക്കടാ. അത് പോകാൻ പറ്റാതെന്താ? പൈസ ഒന്നും ആട്ടെ, കള്ളവണ്ടി കഴിഞ്ഞാൽ മതി. വയനാട്ടിക്കല്ല, അല്ല വയനാട്ടിക്ക് അങ്ങനല്ല, എങ്ങനെ വെച്ചാലും പോവാ, നടന്നു ഇറങ്ങി പോവാ. വാട്ട് പൈസ തന്നാലേ പോവാ. ഞാൻ 1000 റുപ്യ തരാം. നിങ്ങൾ ഇവിടെ പോയി വരി, മൂന്നാറ് പോയി വരി. 1000 റുപ്യക്ക് വേണ്ട. അതൊക്കെ നമ്മൾ അതിനനുസരിച്ച് അതാവണം. സൂപ്പർ അങ്ങനെയാണ്. അഡ്ജസ്റ്റ്മെന്റ് ആണ് ഇതിലുള്ളത് ട്രിപ്പില്. പോട്ടെ, 8:50 വോയിസ്. അപ്പൊ നമുക്ക് തെറിക്കാം. അയ്യോ, ലഗേജ് കൂടിയൊന്നൊരു ഡൗട്ട്, കാരണം നല്ലണ്ട്. കുട്ടികളെ ഞാൻ പോവാട്ടാ. എനിക്കത്തെ കൊണ്ടുവരണ്ടേ? എനിക്ക് അവിടുന്ന് പോണ്ടിച്ചേരി നല്ല പുള്ളിശ്ശേട്ടി കൊണ്ടുവരാം. ആദ്യത്തെ ദിവസം ഇറങ്ങിയത് ഒരിച്ച് ഇറങ്ങുള്ളൂ. ഇനിയിപ്പോ എന്താ എടുക്കാണ്ട പഠിച്ചോനെ? പാസ്പോർട്ട് വിസ ഒക്കെ എടുത്തേന്ന് ചെറിയ കാണിച്ചു കൊടുത്താൽ മതി. ഇനി എന്താ ഇവിടെ ഒന്നും ചെയ്യല്ലോ. ഇവിടെ തിരക്കാം. അഞ്ചു പൂവേ. അപ്പൊ എല്ലാവരും അസ്സലാമു അലൈക്കും. ഇൻഷാ അല്ലാഹ് വലുത് കാലം വെച്ചിറങ്ങാം. വിസിന്റെ
ഓക്കടാ ഓടാ ഗൈസ്. അപ്പോൾ നമുക്ക് ഇറങ്ങി, വീട്ടിൽ നിന്നിറങ്ങി. ലഗേജ് കൂടുതലായി തോന്നുന്നു. എന്തൊക്കെയൊക്കെ കുത്തി നിറച്ചു, എന്തൊക്കെ എടുക്കാൻ മറന്നു ഡൗട്ട്. ഹലോ, നമ്മളെ അണ്ണൻ മറ്റേ കള്ളിത്തുണിയും പുള്ളിക്കുപ്പായ അങ്ങനെയൊക്കെയാണ് ഇട്ടുണ്ട് സംഭവം. ഞാൻ വെറുതെ ഇങ്ങനെ കോസ്റ്റ്യൂമിൽ ഇറങ്ങേണ്ട ആവശ്യമില്ലേന്. ഓൻ്റെ പൊപ്പിച്ചാൽ മതിയാണ്, അതിന് ഒന്നുകൂടി വൈബാവില്ലേ. പക്ഷെ എനിക്ക് തുണി എടുക്കാനൊന്നും അറിയില്ല. പിന്നെ ഞാനൊക്കെ അറിയാതെ പിന്നെ തുണി എടുത്താൽ പിന്നെ ചവിട്ടിക്കാണ്ട് തെന്നി പോകും. ഞാൻ ടൂറ് ടൂറ് ആ കാര്യം പോണ്ടിച്ചേരിക്ക് പോകണേ. ചേരുണ്ട അപ്പോൾ ഇപ്പോൾ പോവാ, ബസ് കയറിയാൽ മതി. ഇപ്പോൾ ചിണ്ട ഇപ്പോൾ പറയും പെട്ടെന്ന് പോവാ. ഈ ബാഗിലാണ് കയറ്റിയാൽ മതി. എന്നാൽ പിന്നെ ആൾക്കാരൊരു കാണില്ല, നമുക്ക് ടിക്കറ്റ് കൊടുക്കണ്ട. ചിണ്ട വെട്ടി പറയും ഇപ്പോൾ പോവാ. സൈക്കിളോട് നിർത്തിന പോരെ, വീഡിയോ എടുക്കണേ. ഇത് വ്ളോഗാണ്, വ്ളോഗ് വേണ്ട. യൂട്യൂബിൽ വരും, ഫേമസ് ആവും, കുട്ടികളൊക്കെ കാണും. പറയാൻ പോയിട്ടാ ചെക്ക. നമുക്ക് ഒരു പെർഫ്യൂം വാങ്ങാം. എന്തായാലും കുളിന്ന് അതിനൊന്നും ഉണ്ടാവില്ലല്ലോ. പെർഫ്യൂം അങ്ങോട്ട് നല്ലതാണ്. പെർഫ്യൂം ഗായ്സ്, നമ്മൾ ചെങ്കോട്ടിയിലെത്തി. ഇനി ഇവിടുന്ന് തിരൂര് പോണം. തിരൂർ പോവാ ഇത് തന്നെ. ആ ഓക്കെ. സ്റ്റേഷനിലെത്തി. തിരൂര് സ്റ്റേഷൻ സെറ്റപ്പ് ആക്കി കേട്ടോ. 10:18 11:40 ട്രെയിൻ. സീറ്റ് നമ്പർ S2 1939. പ്ലാറ്റ്ഫോം 3. ആ 3 പേര് പറഞ്ഞു. ഇതിന്റെ കാക്ക പറഞ്ഞു 3 തന്നെ. നോക്കി ഫുള്ള് മാറിക്കണ്, സെറ്റപ്പ് ആക്കിക്കണേ. പണ്ട് ഇങ്ങനെ നല്ലേനിപ്പോ. 3 പോണം. 3 എവിടെയാന്നാവോ അറിയില്ല. ഇതിപ്പോ നടന്നു നോക്കാം, ടൈം ഉണ്ടല്ലോ. അപ്പൊ ഈ 10:15 കണ്ടോ. അത് പണ്ടേ ഉണ്ടടാ, ഇപ്പൊ ഒന്നൊന്നല്ല. പണ്ട് ലിഫ്റ്റെല്ലാം എടുത്തുണ്ടാവും. തുറക്കുവാ സീസൺ വന്നുകൊണ്ടിരിക്കുന്നു. അവിടെ കൊണ്ട് വിട്ടിരുന്നു. ഇതല്ല ഇത്. ഓ ആരിയാ അമ്മക്കന്നെ മേൽക്കണ വിട്ടൂടെ. ഒന്ന് അടിക്ക് പാട്ട് കണ്ടാ ചങ്ങായ അടിക്ക് കണ്ണടക്ക് ഉണ്ട്. എന്നാ ഔട്ട്ഫിറ്റ് ഉണ്ട്. അതാണ് ഇതല്ലേ സ്ഥലത്ത് നമ്മള് 3rd ഫ്ലോറിലാണ്, 3rd പ്ലാറ്റ്ഫോമിലാണ്. ഇവിടുന്ന് നമ്മളെ നടക്കണം. അവിടെ ചാടും. സെറ്റപ്പാണ് ഫുള്ള്. വണ്ടി ഇഷ്ടമല്ലേ. അപ്പുറത്ത് റോൾസ് റോയ്സ് പാർക്ക് ചെയ്താ മതി. ഞാൻ വിളിച്ചറിഞ്ഞോ പേരിന്ന്. റേഞ്ചർ റോവർ വാഷ് ചെയ്ത് കൊടുത്തു. ചേച്ചി ആക്റ്റീവാ. അത് ഇത് ട്രെയിന് പോകാൻ മാത്രല്ല, ഇങ്ങോട്ട് മാത്രം. അത് വന്ന് ബൈക്ക് വീണ്ടെടുക്കണം. അവിടെ ഭയങ്കര വെയിലാണ്. നമ്മൾ ഫ്രൈഡേ മാർക്കറ്റിലാണ്. ഫ്രൈഡേ അല്ലാന്നുള്ളൂ, സൺഡേ ആണ്. ഫ്രൈഡേ മാർക്കറ്റിൽ വിളിക്കൽ വിടാം. പ്ലാറ്റ്ഫോം പോയി ഇരിക്കുക. ഇതിപ്പോ ഷോൾഡറിന് കളിച്ച പോലെ ഉണ്ട്, വർക്കൗട്ട് ചെയ്യുന്ന പോലെ ഉണ്ട്. അമ്മതിരി കാണാം. എന്തൊക്കെയൊക്കെ കുത്തി നിറച്ചാടാ. അവിടെ പീനട്ട് ബട്ടറൊക്കെ 1 കിലോ പീനട്ട് ബട്ടറൊക്കെ ഉണ്ട്. പക്ഷെ 1 കിലോ അല്ല കേട്ടോ, ലാസ്റ്റ് അടിയിലുള്ളൂ, തോണ്ടാൻ മാത്രമേ ഉള്ളൂ. ഞങ്ങളുടെ പോവാം. നമുക്ക് ഇനി കുറെ ടൈം ഉണ്ട് ഗൈസ്, ഇഷ്ടംപോലെ ടൈം ഉണ്ട്. വന്ദേ ഭാരതാണ് തോന്നുന്നു. സീനാണ്. ബായ് എന്താ ചോദിച്ചു, അതിനനുസരിച്ച് പറയണ്ടേ. അടുത്ത ട്രെയിൻ പോകുന്നു. വേറെ ട്രെയിനാവോ ഐസേജ് ചമാങ്കർ തിരുനെൽവേലി അങ്ങനെ എന്തോണ്. നമുക്ക് നമ്മളെ സ്ഥലം കണ്ടുപിടിക്കാം. എവിടെയാണ്? അയ്യോ, ഇങ്ങോട്ടേക്ക് പാറി കളിച്ച മുടിയാണ് വെട്ടിയാലോ, മോട്ട അടിച്ചാലോ. ചങ്ങായ തുണി പോയി കടിച്ചോട് കൊണ്ടുപോകും. തുണി അത് പറ്റും, അത് വേണ്ട. കടലല്ലേ നമ്മള് മാതൃക വേണം. ഇങ്ങനത്തെ ഇടാൻ. ഇവിടെ നിലത്തുനിന്ന് ഇടാൻ പാടില്ല.
ആ ശരിക്കും പറഞ്ഞ ഇവിടെയൊക്കെ നല്ല വൃത്തിയൊക്കെ ഉള്ളേ, പണ്ടത്തെ പോലെ നല്ല ഇപ്പോൾ മെച്ചപ്പെട്ടിക്കണ് കാര്യം. ആ വെള്ളം നമ്മളെ പ്രശ്നം എന്താ വെച്ചാൽ എന്താ അറിയോ, നമുക്ക് എന്താ പറയാ ഇതിലിപ്പോൾ മറ്റേ ഫുഡ് കൂടി കൺട്രോൾ ചെയ്ത് പോകണം. ഓയിൽ കട്ടും ഷുഗർ കട്ടും നമുക്കൊന്നും വാങ്ങാൻ പറ്റില്ല, അത് വലിയ ടാസ്ക്കാണ്. എവിടെയാണ് ആ ഒരു കാക്കയോട് നമ്മൾ ചോദിച്ചു, അപ്പോൾ നിങ്ങൾ പറഞ്ഞു നമുക്കിത് എവിടെ നിർത്തൽ അറിയില്ല, ആകെ 2 മിനിറ്റേ ഉള്ളൂ. 2 മിനിറ്റ് നിർത്തണം. 38 ഇവിടെ എത്തും, 40 എടുക്കുന്നതാണ്. അപ്പം അതിന് മുമ്പ് വണ്ടി കയറും. സീനില്ല, ഇതാ തലക്കൊട്ട് തലക്കിൽ എവിടെ സ്ലീപ്പർ നോക്കണ്ടേ, അതാണ് സീന്. ഇവിടെ അങ്ങനെ എല്ലായിടത്തും SR PF എല്ലായിടത്തും അതിനെ എന്ത് സംഭവം അറിയില്ല. ആദ്യത്തെ ട്രെയിനിലൊക്കെ ഇങ്ങനെ കയറണ്ടേ കൊച്ചിക്ക്, അത് ഞാൻ കണ്ണൂർക്ക് പോയി. നമ്മളെ S2 ഇവിടെയാണ് നമ്മള് തിരൂരെത്തിയ ആ വരുന്ന നമ്മളെ സാധനം വരുന്നു. 13 മണിക്കൂർ നാളെ രാവിലെ 40 12 ആപ്പേ ഇവിടെയാണ് നമ്മളെ സ്ഥലം. അവിടെ ഫുള്ളാണോ ട്രെയിനിൽ കയറിയാണ്. വലതുകാലം വെച്ച് കയറാം. വലതുകാലം ഇതാ ഇതല്ലേ വാച്ച് കിട്ടിയോണ്ട് അറിയാം. ഇവിടെ നമ്മളെ 39 അല്ലേ ഇതാ 40 കേറിപ്പത്തിന് മൂഞ്ചല്ലോ അതിന് അലിച്ചിന് ആകെ മൂഞ്ചി. നമ്മളെ രണ്ട് സീറ്റ് ബുക്ക് ചെയ്ത് തരും. ഇവിടെ വന്നപ്പോ അടിയിലെ വേറെ ബായി എടുക്കണം. അവിടെ ബായിയോട് നീച്ചാറ് ബായിന്റെ സീറ്റാണ് പറഞ്ഞു. അപ്പൊ സംഭവം എന്താ വെച്ചാല് ഇത് ഈ പൊട്ടന്മാർ ഇവരെന്തോ സംഭവം കാട്ടിയതാണ് സംഭവം. നമുക്ക് ആദ്യം എന്താ പറയാ RAC 19-20 പറഞ്ഞാണ് കിട്ടിയത്. പിന്നെ മാറി 20-21 അങ്ങനെ എന്തോ പോയി. പിന്നെ ഇപ്പോ S2 39 ലാസ്റ്റോടെ ഇരുന്നു. നോക്കി 39 എന്താ ഒരു സീറ്റ് 2 പാടെ അവിടെയും ഇവിടെ ഇരിക്കണം. കൊടുന്ന് പറഞ്ഞാൽ പോലും പറ്റൂലേ. എന്തൊക്കെയാ വിചാരിച്ചത് ഒന്നും നടക്കില്ല. അടിയിൽ നിൽക്കണേ എന്തേ കണ്ടു കടയിൽ പോയി ഇതൊന്നും ചൂടെടുക്കണം വന്നാലോ. ഇപ്പൊ ഇങ്ങനെ വൈബാക്ക വേണ്ട, ഇപ്പൊ ഇങ്ങനെ നോക്കിക്ക ചോദിച്ചു നോക്കണോ എന്ത് സംഭവം ഒന്നും അറിയില്ല. പണ്ടാരം ഇത് തന്നെയാണ് ആദ്യമായിട്ട് പോയാളെ സംഭവം. നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ പോയിട്ട് ട്രിപ്പ്. 2 വട്ടന്മാർ ഒന്നും അറിയാതെ എടുക്കാൻ പോകണേ. എന്താവുന്നാവോ ഇങ്ങനെ ഇരിക്കണൊക്കെ എടുക്കാനൊന്നും പറ്റില്ല. എങ്ങനെ ഞാൻ അടിയിരിക്കേ ഒരു മൂലക്കില് അത് മതി, എങ്ങനെ പോയാൽ മതി. പക്ഷെ എന്തറിയോ അടിയിൽ നിൽക്കുമ്പോ നമുക്ക് കാഴ്ച കണ്ട് പോകാൻ പറ്റും. കണ്ടുപോയാൽ മതി. അതിൻ്റെ അവിടെ കടൽ വേണ്ട, കുറേ ഉണ്ട്. ഇവിടെ ഫ്ലൈറ്റ് ഇല്ല. അത് മേലെന്തായാലും ഉണ്ടാവില്ല അറിയാം. പക്ഷെ നമുക്ക് അടിയെ കിട്ടിയ നേക്കതിനോ കാഴ്ചണ്ട് പോയേനോ. കുറച്ച് കഴിയുമ്പോ ആ ചങ്ങായി പോയാലേ അടിയിൽ 39 പറഞ്ഞാണ്ട് എവിടെ ഇരുന്നാലോ TTRോട് ചോദിച്ചോളാം കഴിച്ചത് എന്താ സംഭവം എന്താ നമുക്ക് മനസ്സിലായില്ല. പക്ഷെ നമ്മൾ 2 പൈസ കൊടുത്തിട്ടില്ലേ? 2 പൈസ കൊടുത്തോളാം. അങ്ങോട്ട് ഒരു സീറ്റും എന്ത് പരിപാടിയാ? 2 സീറ്റ് തന്നെ ആദ്യം, പിന്നെ ഒരു സീറ്റായി. പ്രതിഷേധിക്കണം. പിന്നെ ഇതൊക്കെ ഒരു രസല്ലേ ഇങ്ങനെ തന്നെ. അത് ചോദിച്ചോക്കണം. ഇതൊന്ന് 3 സെറ്റപ്പില്ലേ? 3 സെറ്റപ്പ്. ഇവിടെ 3 1 2 3 അങ്ങനെയാണ് സെറ്റപ്പാണ്. എന്താ കോള കിട്ടിയാലടാ ലാഭായില്ലേ.
ഗൈസ് നമുക്ക് എന്താ തിന്ന ഗൈസ് കയറിയിട്ടുള്ളൂ അപ്പോൾ പയിച്ചണം ഇങ്ങനെ മെത്തായി മുമ്പിൽ എവിടെ വെച്ചത് നോക്കുക കിട്ടിയാറോട് വെച്ചപ്പോ കിട്ടുന്ന പറഞ്ഞേ അതവിടെ അല്ലേ ഇവിടെ കിട്ടുന്ന പറഞ്ഞ ഗൈസ് നോക്കാലോ സാപ്പിട് നമ്മളെ ഹെൽപ്പ് ചെയ്ത ആള് അയാൾക്ക് ചങ്ങക്ക് ടിക്കറ്റ് കിട്ടിയില്ല എന്തും തമ്മിൽ എന്ത് മിസ്റ്റേക്ക് വന്നോ എന്താ അറിയില്ല ചങ്ങ ടിക്കറ്റ് ബുക്ക് ചെയ്തു പക്ഷേ ക്യാൻസൽ ആയിപ്പോയി അങ്ങനെ എന്ത് പറഞ്ഞു സീറ്റ് ചെയ്യല്ലോ നിരന്ന് വിളിച്ചാണ് എല്ലാവരും ട്രെയിൻ കയറിക്കൂടൂ ഇവിടെ എല്ലാം ഉണ്ട് വേണ്ട ഇവിടെ ഉണ്ട് നമ്മള് പെരുന്നതിനൊക്കെ സെറ്റാക്കി വന്നു ഉപ്പിന് വേറെ ഉണ്ട് മസാല പീനട്ട് ഉണ്ട് സാൾട്ട് പീനട്ട് ഉണ്ട് എന്തൊക്കെയാ എടുത്തേക്കണേ അത് നാലെണ്ണുള്ളൂ നാലെണ്ണുള്ളൂ എന്നാ പ്രത്യേകിച്ച് വേണമെന്ന് ചെയ്യാം വെറുതെ ഇങ്ങനെ വിൽക്കാം നമ്മൾ പോയിക്കൊണ്ടൊക്കെയാണ് അതേ വൈബുണ്ട് നമുക്ക് 75 ആണ് ചെയ്യാണ്ട് അന്ന് മറന്നടിയാം വെള്ളം ഇവിടെ ഉണ്ട് ഒരു ബോട്ടിലുണ്ട് വെള്ളം കുടിച്ചാൽ ഭയങ്കര പ്രശ്നം എന്താ വെച്ചാൽ വെള്ളം കുടിച്ചാൽ മൂത്രയൊക്കെ മുട്ടും അതാണ് വിഷയം ഇവിടുത്തെ ബാത്റൂമൊക്കെ എങ്ങനെ ടോയ്ലറ്റ് എങ്ങനെയാണെന്നാവും അറിയില്ല പോയേക്കണം കുറച്ച് വീഡിയോ എഡിറ്റ് ചെയ്ത് അത് ഇന്നലെ തന്നെ എഡിറ്റ് ചെയ്ത് ഇന്നിടാനുള്ള വീഡിയോ അതുകൊണ്ട് സീനില്ല ഇനി തമ്മിൽ കൂടി എഡിറ്റ് ചെയ്യാണ്ട് അങ്ങനെയൊക്കെ ഉണ്ട് ഭയങ്കര ബിസിയാണ് ഒക്കെ വിളിച്ചറിയത് കുറെ പേരെ എല്ലാവരും വിളിച്ചറിയാം ഇവിടെ ആകെ ഒറ്റ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ ഇവിടെ നമുക്ക് പിന്നെ കുത്താനുള്ള സ്ഥലമില്ല അവിടെയാണുള്ളത് അപ്പോൾ അത് പ്രശ്നമാണ് നമുക്ക് ഫോൺ ചാർജ് ചെയ്യെങ്കിൽ അവിടെ ചാർജ് ചെയ്യണം ഇവിടെ ഉണ്ടെങ്കിൽ സുഖമാണ് ഇവിടെ കുത്തിയിട്ട് കാണാൻ നമുക്ക് ചെയ്യാലോ അങ്ങനെ ഞാൻ കുറച്ചായിട്ട് കാണാം ഗൈസ് ഇത് ചാർജ് ഇല്ല പോയേക്കാം ആ ഭാഗത്തൊക്കെ പോയതല്ലേ എൻ്റെ ബസ്സിനായാലും ബാലത്തിനെ നല്ല നല്ല സ്ഥലങ്ങളുണ്ട് പക്ഷെ പ്രശ്നം എന്താ വെച്ചാൽ നമുക്ക് വിൻഡോ സീറ്റ് ചെയ്യാം അതാ പ്രശ്നം ചേടാ സംഭവം അറിയോ നമ്മക്ക് വിൻഡോ സീറ്റ് കിട്ടിക്കണമെങ്കിൽ നല്ല നേക്കേന് പാട്ടൊക്കെ ഇട്ടുകാണ്ട് ഒരു ഫീൽ ഗുഡ് വൈബ് അടിച്ച് പോയേന് എക്സ്പെക്ടേഷൻ മൊത്തം അതേനു പുറത്തേക്കിങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് നല്ല ഫീൽ ഗുഡ് പാട്ടൊക്കെ ഇട്ട് ആൾക്കാർ പോകാൻ വേണ്ടി വരും പക്ഷെ ഇതൊന്നും നടക്കൂല സീറ്റും കിട്ടിയില്ല പണ്ടാണ് ഉള്ള പോലാക്കിയാണ് പോയത് ഇതൊക്കെ ഒരു വൈബല്ല ഇത് വേറെ വൈബ് പക്ഷെ പുറത്ത് നല്ല സ്ഥലങ്ങളാണ് കിടില സ്ഥലങ്ങളാണ് പക്ഷെ ഇനി ഇവിടെ ഇരിക്കാം ഓക്കെ ഇത് പൊളിഞ്ഞാടോ ഓടിച്ചോ സ്ഥലങ്ങളാണ് നമുക്ക് നടുവിൽ നിൽക്കണേ ഇവിടുത്തെ ലോക്കാണ് പോയാ പോലെ ഒക്കെ പോയില്ലേ ഇവിടെ നിൽക്കുമ്പോൾ വീട് ടോയ്ലറ്റ് കാണിച്ചില്ല ഗൈസ് സാധാ ടോയ്ലറ്റ് മയിലവിടെ കാണാറില്ല ഇത് എവിടെ സ്ഥലം ഇത് ശരിക്കും ഇത് ജില്ല ഏതാ അണ്ണ അവിടെ മാസ് കാണിച്ചുകൊണ്ട് അവസാനം വേറെ ആവും നോർത്ത് ഇന്ത്യയിൽ മറ്റേ അഭിലാഷ് ട്രെയിൻ അടിച്ച് മരിച്ച പോലെ ആവൂട്ടാ അഭിലാഷ് സെത്തിട്ടാ ഓ ട്രെയിൻ ഇങ്ങനെ വളർന്നു നോക്കി ഗൈസ് കാണുന്നുണ്ട് വെയിലെന്നൊക്കെ പറഞ്ഞാ പോരാൻ വെയിലാട്ടാ എന്ത് ചൂട് അറിയാം ഉള്ളിലും ചൂട് തന്നെയാണ് മേലെ വണ്ടി എടുത്ത് ഇറങ്ങണില്ല അടിയൊക്കെ നോക്കൂ ഇവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് നമ്മളെ ശരി ഇവിടെ ആരുമില്ല അപ്പൊ നമ്മളിവിടെ വെറുതെ ഇരുന്നു ഇതാണ് സുഖം ഒരു വരുമ്പോ തിരിച്ചു കൊടുക്കേണ്ടി വരും വെള്ളം പോലെ ശരിക്കും വൈബ് നേരെ സുഖപ്പെടി ഇരിക്കാൻ ഇവിടെ ഞാൻ കാഴ്ച കണ്ട് പാട്ട് കേട്ട് ഞാൻ പോവാം നോക്കി പാടം മോനെ വൈബൻ കേട്ടോ നമ്മളിവിടെ പാട്ട് ഇട്ടിങ്ങനെ തിന്നാളെ സാധനങ്ങൾ ഇതിൽ കുബൂസും കുറെ പഴമുണ്ട്
ഇവിടെ നമ്മൾ പാട്ട് ഇട്ടാണ്ട് നേരെ പോവാം. കുറച്ച് കടലുണ്ട്, ഓനവിടെ ഇരിക്കണ്ടേ, ഞാൻ ഇവിടെ അങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ ഇരിക്കട്ടെ കൈസ്. ചാർജ് ചെയ്തില്ല, അണ്ണ ഫുള്ള് ഉറക്കാം. പാട്ട് കേട്ടാൽ കണ്ണു തുറന്നു. നമ്മൾ ഫുഡ് കഴിക്കുകയാണ്. അവിടെ പയം ഓക്കെ, വൈബാട്ടാ ഇവിടെ. നല്ല 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 സ്ഥലം. പാലക്കാടല്ലേ? പാലക്കാടാണ്. പാലക്കാട് കിട്ടുന്ന സ്ഥലമാണല്ലേ. മല നോക്കി ഐസ് പാട്ടൊക്കെ ഇട്ടാണ് ഇങ്ങനെ പോവാ. കിട്ടുന്ന വൈബാണ്. ഇവിടെ ആരെ വന്നാൽ ഇങ്ങനെ നീച്ചു കൊടുക്കണ്ടേ, അതാ പ്രശ്നം. അതുവരെ അവിടെ ഇരുന്നിട്ടുള്ളൂ. എങ്കിലേ പാലക്കാട് സീനാട്ടോ. പാലക്കാട് ഫുള്ളും മലകളാണ്. ചൂടാണെന്ന് മാത്രമേ ഉള്ളൂ, വേറെ ചെയ്യാം. വലിയൊരു ഫാക്ടറി. നമുക്കിനി ബുക്ക് വായിക്കാനുണ്ട്, അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട്. വെള്ളം കുടിച്ചാൽ പ്രശ്നം. മൂത്രമൊക്കെ കിട്ടും. 2 ലിറ്റർ വെള്ളം കുടിച്ചണം. 2 ലിറ്റർ ദിവസം കുടിച്ചണം. അതിന് വെള്ളം കുടിച്ചാൽ മൂത്രം. അതേ അടക്കാറ്. ഓ ഇത് ഇതുണ്ടാക്കുന്നൂടെ സ്വിറ്റ്സർലാൻഡിന്റെ മലക്ക് പോലെ. അത് ഫുള്ള് മലയാണ്. പാലക്കാട് നല്ല സ്ഥലമാണല്ലേ. എന്നാ ഫുള്ള് വൈബ് നൈസ് ബസ്സാ. എടാ അവിടെ വെള്ളം ഒഴിക്കണേ, ബാക്കിൽ മല, ഫുള്ള് രസം. അതാണ് ഈ വെയിൽ കുറവായി. അവിടെ ഉണ്ടാ മല, പശു ഒരാൾ ഇരിക്കണ ഇവിടെ. പശു ഇപ്പൊ ചങ്ങായിക്ക് വൈബട്ട. ഒരാള് അവിടെ നിക്കണ് നോക്കി. സ്വിറ്റ്സർലാൻഡ് പോലെ കിടക്കണ്. നോക്കിയാ നമ്മള് ശരിക്കും എവിടെയാണ്? പാലക്കാടന് തോന്നിട്ടാ സ്വിറ്റ്സർലാൻഡൊക്കെ പോലെ. കാണുന്നില്ല ഇത് രസമോ. ഇതൊക്കെയാണ് ഇതാണ് ആ ട്രെയിന് കറവയാണ്. കാട്ട് ട്രെയിന് കറവയാണ്. അല്ല നേരെ മരമേൽ എന്തോ ഉണ്ട്. അവിടെ പോയാ അയ്യോ എൻ്റെ ഇത് പോയി. എന്താ അറിയോ, ഇത് വയ്ക്കലും കാഴ്ച കാണുള്ളൂ. വീടെടുത്ത് എല്ലാമ്പാടി നടക്കണേ. അതാണ് പക്ഷെ കിട്ടിയ സ്ഥലട്ടാ. കിണ്ണ വ്യൂ, കിട്ടിയ വ്യൂ. വെള്ളച്ചാട്ടം എന്റെ മോനെ. ഇവിടെ ഇരുന്ന് മുതലായിട്ടാ. ഇവിടെ ആരും ഇല്ലാത്ത അല്ലെങ്കിൽ ഇതൊന്നും കാണൂല. ഇത് നോക്കി ഗൈസ്, ശരിക്കും പറഞ്ഞാലേ ഇത്ര വ്യൂ കണ്ടിട്ടില്ല ഇങ്ങനെയൊന്നും. ആകെ വയനാട് പോകുന്നല്ലാതെ അവിടെ കണ്ട ആ മലമലൊക്കെ വെള്ളം ചാടുന്നു. വെള്ളം നിങ്ങൾക്ക് കാണണ്ടോ അറിയില്ല. മലമ ഇങ്ങനെ വെള്ളം ചാടുന്നു. പക്ഷെ കിട്ടുന്ന വ്യൂ, കിട്ടില്ല വ്യൂ ആണ്. ഇവിടെ നേരെ മേൽക്കേരി. എന്ത് വ്യൂ ആണത്. അടിയിൽ വെള്ളം, ഇവിടെ വല. കൈസൊന്നും ഫോണ് കണ്ടിട്ട് കാര്യമാണ്. ഇതൊക്കെ നേരിട്ട് തന്നെ കാണണം. ഫോണിൽ നമ്മൾ എത്ര വീഡിയോ എടുത്താലും നമ്മൾ കണ്ണുകൊണ്ട് കാണേണ്ട അത്ര ക്ലിയർ ഒന്നും ഒന്നിനുണ്ടാവില്ല. കാണുകയാണെങ്കിൽ തന്നെ കണ്ണുകൊണ്ട് തന്നെ കാണാം. ഇത് പറയാനോ, ഞാൻ ആദ്യത്തെ വലിയ ട്രിപ്പ് കൊണ്ട് പോകണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ ആദ്യമായിട്ടാണ് വലിയ ട്രിപ്പ് കൊണ്ട്. അത് ഇവന് ചേരാനുണ്ടാവണ്ട, അല്ലേ അതും പോവില്ല. എനിക്ക് ചേരാനുണ്ടാവണ്ട, കോളേജ് ചേരാനുണ്ടാവണ്ട, അല്ലേ ഇതും പോവില്ല. പൈസ പക്ഷെ നമ്മള് ഷോർട്ട് ട്രിപ്പിലാളാ. ഞാൻ ഒറ്റക്ക് പോകുന്നുണ്ട്. ഒറ്റ വിചാരിച്ചു, പക്ഷെ അത് നടക്കില്ല. വിചാരം മാത്രം ഉണ്ടാകും. ഇത് പിന്നെ ഒറ്റ മൈൻഡ് ഇറങ്ങിയത് സംഭവം. ഒറ്റ മൈൻഡ് ഇറങ്ങിയ അങ്ങനെ ഐഡാൻസിക്കൊക്കെ തിന്നിരിക്കുകയാണ്.
നമ്മളെ ഡയറ്റും കാര്യങ്ങളൊന്നുമില്ല. അത് നമുക്ക് ഡാറ്റും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇവിടെ ഈ സ്ഥലം കാട്ടോ ഇങ്ങനെ ഇരുന്ന് കാണും. വീഡിയോ എടുത്തു. എനിക്ക് കാണിച്ചാൽ മതി. അല്ല ഇങ്ങനെ വെച്ചാൽ മതി. മക്കളെ എന്ത് രസമറിയോ സത്യം പറയാനാ കിട്ടില്ല സ്ഥലം. നമ്മളാ ഒരു ഇതായത് ഒരു ചായ ആ സത്യം. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ മറ്റേ ഈ സാരിപ്പാടിലേക്ക് എന്തൊക്കെ തിന്നേനറിയോ, ചീപ്സും മറ്റേ മറിച്ചും ഒക്കെ ചായ ഒക്കെ കുടിച്ചേനും. അതുകൊണ്ട് അവിടെ തേങ്ങി നടക്കണില്ല. പിന്നെ അവിടെ എത്തിയാലും നമുക്ക് പോണ്ടിച്ചേരി ഫുഡൊക്കെ ട്രൈ ചെയ്യണമെന്നുണ്ട്. അതിനൊക്കെ ഉപ്പും മുളകൊക്കെ ഉണ്ടെങ്കിൽ നടക്കൂല. എണ്ണയും ഷുഗറൊക്കെ ഉണ്ടെങ്കിൽ നടക്കൂല. അതാണ് പാലക്കാട് സീനാട്ടാ. പാലക്കാട് വിട്ടാന്നോ നമ്മള് കുറേ നേരം മലയും ഒന്ന് തന്നെ ഉള്ളു. അതാണ് നല്ല രസം. എന്താ ഒരു വല്ല ഫീൽ ഗുഡ് പാട്ടൊക്കെ ഇട്ടാണ് ഇങ്ങനെ പോകണം. ശരിക്കും പറഞ്ഞാൽ നമുക്ക് മേലാണ് സീറ്റ്. ഇവിടെ ആൾക്കാർ ആരും ചേർത്തോടെ നമ്മളിവിടെ ഇരുന്നാണ്. ഇവിടുത്തെ താത്താറ്റ നമ്മൾ ക്ലാസ്സിലൊക്കെ ഉണ്ടാവില്ല ചെറിയ ആൾക്കാര് വീട്ടിൽ എല്ലാത്തിലും കൈയിട്ട് വരെ വരും. അതേപോലെ താത്ത എല്ലായിടത്തും ഇങ്ങനെ കൈയായിട്ടേ എന്തെങ്കിലും തരും. ഇങ്ങനെ എന്തെങ്കിലും ബിസ്ക്കറ്റ് തരാം. അങ്ങനെ ഓക്കെ എന്നറിയാം. താത്ത ഞാൻ അടുത്ത സ്ഥലത്ത് പോയിക്കണോ, ഞാൻ അവിടുന്ന് എന്തൊക്കെയാന്ന് വെച്ചാണ്. പാവളല്ലേ നല്ല താത്ത. ഓ ബാക്കിലും മല മല കണ്ടിട്ട് തിന്നാൻ മതിയാ. പക്ഷെ നമ്മൾ തിന്നൂല. വേറെ കാര്യം. യെസ് കമന്റ് മാത്രം ഉണ്ടാവില്ലടാ. ആരെ കമന്റ് ഇടണം. ഈ മുടിയൊക്കെ എന്താ പോലെ ഈ സ്റ്റേഷൻ ഒന്നും അത് കയറാതെന്നാ മതി. അതിന് ആകെ പ്രാർത്ഥന സ്റ്റേഷനൊക്കെ നോക്കണം. സൈഡാക്കി 4 കുപ്പി എങ്ങനെയാലും കുടിച്ചണം. നമ്മളേതോ സ്റ്റേഷനിലെത്തി. ഭയങ്കര ചൂടാവും. പക്ഷെ ഭയങ്കര വെയില്. ഇവിടെ വെള്ളമില്ലയോ? ഓ ഡ്രൈവ് വിട്ടാലോ? എവിടെയെങ്കിലും കുടിച്ച് കയറാ. എനിക്കറിയില്ല. ഇവിടെ വെള്ളം കാണില്ല. പക്ഷേ വെള്ളം പൈപ്പതാ. ട്രെയിൻ വിട്ടാൽ നമ്മൾ വെള്ളം നിറച്ച് ഞമ്മ പോവാ. അതോ ഏത് ഇതിലേക്ക് ഏരിയത് അത് ഓർമ്മ ജസ്റ്റ് ഇവിടെ തന്നെ ഉണ്ട്. ഞാൻ അവിടെ പോയി ഈ പ്രശ്നം എന്താ പറയുക, ചാർജ് കയറിയില്ല ഇതില്. വല്ല ചാർജ് ചെയ്യണം. 29 ആയിട്ടുള്ളൂ ഇപ്പോഴും. എപ്പോഴും കുത്തിച്ചാ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എടുക്കണോണ്ടേ, വീഡിയോ എടുക്കണോണ്ടേ ചാർജ് ചെയ്യുന്നില്ല. കുറച്ച് നേരം ഒന്ന് കുത്തി വെക്കട്ടെ ഗൈസ്. എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് കാണാം. അപ്പോഴത്തേനും എന്താ ബുക്ക് എന്താ വായിച്ചാലും ആലോചിക്കണം. നമുക്ക് ചലഞ്ച് തീർക്കാനില്ലേ, അതാണ് ഗൈസ്. നമ്മൾ പുതിയ ബുക്ക് എടുത്തു. ഏതോ മലയാളി ആളെ എഴുതിയ PV ശശിധരൻ. നോൺ ഫിക്ഷനാണ്. അപ്പോൾ ഇത് പെട്ടെന്ന് ഇത് വായിക്കാന്ന് വിചാരിച്ച് കാണ്ട് പറയില്ല. ഈ വ്യൂ ബുക്ക് വായിച്ചാൻ പറ്റില്ല. അപ്പൊ തന്നെ നല്ല നല്ല കിടില വ്യൂ വരെയാണ്. വലിയ തളങ്ങൾ വെള്ളം പറ്റി. ഇതിനെത്രത്തോളം കിട്ടുന്ന അറിയില്ല. ഞാൻ എന്തായാലും ബുക്ക് ഒന്ന് തീർക്കട്ടെ പെട്ടെന്ന്. ചലഞ്ച് പെട്ടെന്ന് തീർത്താൻ തരും സമാധാനം. അതാണ് നമുക്കിപ്പോൾ ചലഞ്ച് തീർക്കാനിപ്പോൾ എന്താ, വെള്ളം കുടിക്കാണ്ട്, ഇത് കുടിക്കാണ്ട്, പിന്നെ ഇത് വായിക്കാണ്ട്, പിന്നെ ഇംഗ്ലീഷിൻ്റെ ക്ലാസ് കേൾക്കാണ്ട്. അത് 3 ഉള്ളത്. പിന്നെ ഷുഗർ പോയിക്കട്ടും. അത് എന്തായാലും ഷുഗർ പോയിക്കട്ട് തന്നെയാണ്. ഐഡൻസിക്ക് കണ്ടിട്ട് തിന്നാൽ മതിയാണ്. പക്ഷേ എങ്ങനെയാ ഇവിടെ ഒരു ട്രെയിൻ നിർത്തിയിട്ട് വേണം. ഇപ്പോൾ സ്ലോ ആക്കിക്കോണം. ഞാൻ എന്തായാലും വായിച്ച് കഴിഞ്ഞിട്ട് കാണാം ഗൈസ്. ഇതിൽ ചാർജും ഇല്ല ഗൈസ്. ഇവിടെ കോയമ്പത്തൂരായിട്ട് എത്തിക്കണേ. നമ്മളിരിക്കുന്ന സീറ്റിൽ വേറെ ആരെയും ഇരുന്നാ ശരിയായി. നമ്മളെ സീറ്റല്ല വേറെ ചായ ഉള്ളു. ചായ ആര് വരുന്നത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണേ. സീറ്റ് പോയ ചടപ്പേർ അതിന് വേറെ ഇരിക്കാറ്. ഒന്നാലും നീച്ചു കൊടുക്കേണ്ടി വരും വേറെ ആരും സീറ്റിലേക്ക്. ഗൈസ് നമ്മൾ ബെഡ് പോലെ ആക്കി നമ്മുടെ കെടുത്ത്. കുറച്ചേരം പാട്ട കെട്ടി ഞാൻ കേൾക്കട്ടെ. പുഞ്ചി മഴയെ കേറി കൈ വേനക്ക്
ഗൈസ് 5:05 മൂട്ടി കയറത്തേക്ക് അവിടെ സ്ഥലണ്ടാ പോയാലോ പോയി ട്രെയിന് മണ്ടിക്കാം മണ്ട തമിഴ്നാട് എവിടെ വേണം എവിടെയെന്നറിയില്ല. സമയം 5:30 കഴിഞ്ഞു. 5:30 ഇപ്പോൾ ഒരു സമാധാനം ഉണ്ട്. ഇത് വെയിലറിയോ നല്ല കിട്ടില്ല വെയിലാണേ. ചാവും കൊണ്ടല്ല അമ്മതൊരു വെയിൽ. വെള്ളം നിറച്ച് മുടിയൊക്കെ ആകെ ഒരു കോലയിക്കണേ. മറ്റേ കാറ്റടിച്ച് അടിച്ചടിച്ച് ഇങ്ങനെ മുടി ഒന്ന് കട്ടി പോലയിക്കണം. ഇപ്പോൾ ഇവിടെ സ്ഥലം എന്നാവോ ഒന്നും അറിയില്ല. ഞാൻ കുറേ ഉറങ്ങാൻ നോക്കി. കുറേ ഇങ്ങനെ കിടന്ന് ചെറുതായിട്ടൊന്ന് ഉറങ്ങി നീച്ച് ട്രെയിനെടുത്ത് ഗൈസ്. ഇവിടെ സ്ഥലം എവിടെയാണെന്ന് മനസ്സിലാവില്ല. ബോർഡ് നോക്കാം. ബോർഡ് നോക്കാം. ട്രെയിൻ നിർത്തിയതാ. ഭയങ്കര മേക്കാട്ടാ. ഇത് കിട്ടില്ല സ്ഥലങ്ങളാ. പക്ഷെ ഇത് ഭയങ്കര അമ്മാതിരി വെയിലാട്ടെ ഇവിടെ. ഇപ്പോഴാണ് ഒരു ശാന്തമായത്. എത്ര ടൈം എത്ര ടൈം നോക്കാൻ പറ്റുന്നു സംസാരം. ആ ടൈം എത്ര അറിയില്ല. ഇത് ടൂട്ടിയാപ്പാലിയോ അങ്ങനെ എന്തോ ആണ്. അതാ പാലയം എന്തോ. വലിയ കാര്യത്തിൽ കണ്ടുപിടിച്ച് ആര്യപ്പഴോ ഇത് മുഴുവൻ ആര്യപ്പഴെന്നൊക്കെ പറഞ്ഞു. എടാ നല്ല രസമുണ്ടല്ലേ ഇപ്പൊ അതിന്റെ വെയിലടിക്കുമ്പോ കാണാന് നല്ല രസമുണ്ട. പാലക്കാടായി പിന്നെ ഭയങ്കര ഇതാക്കി. പിന്നെ അങ്ങോട്ട് ഇങ്ങനെ വലിയ ഇതാക്കുന്നില്ലേ കാണാൻ. ഇപ്പോൾ ആ വെയിലൊന്ന് ശാന്തമായപ്പോൾ രസമുണ്ട്. നമ്മളിപ്പോൾ ഏതൊക്കെ വഴിയിലൂടെ ഇങ്ങനെ പോവാണ്. സ്കൈയൊക്കെ ഇത് കാണാൻ കിട്ടില്ലട്ടാ. ഏതൊക്കെ തമിഴ്നാട് ഏതോ സൈഡാണ്. പെരാളൊക്കെ കാണാൻ ഭയങ്കര രസമാണ്. ചെറിയ പെരാളായിരുന്നു എടുത്തെടുത്തായിട്ട് പല കളറിലാണ് വരാം. ഭയങ്കര നേക്ക്. ഞാനാണെങ്കിൽ എൻ്റെ റോബസ്റ്റില് അങ്ങനെ ഇവിടെ എന്തോ ഉണ്ട്. ആട് ഗോട്ട് ആട്ടുംകൂട്ടം. ആടാണ് ഫുള്ള്. ഓ ട്രെയിൻ കൊണ്ട് കാണിച്ചത് ഗൈസ്. ഇതേതോ ട്രെയിൻ ഫോണിന്റെ ടച്ചൊക്കെ വന്നാലും പോയിക്കോളും. ആണ് ലോക്കോ. ഹായ് കണ്ടില്ല. ചാറ്റ് കൊടുത്തത് കണ്ടില്ല. നമ്മൾ അടുത്ത സ്റ്റേഷനിലെത്തി. എവിടെയാണാവോ പല വൈബുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാ ക്ലൈമറ്റായി. 6 മണി ആയതുകൊണ്ടാണ്. ഇപ്പോൾ ചൂടൊന്നും ചെയ്യാലോ. വൈബാണല്ലേ. സൺസെറ്റ് ഗായ്സ് നിങ്ങളിത് കാണുന്നുണ്ടോ? സൺസെറ്റ് ആണ്. അതെ ഗായ്സ് രാത്രിയായി. ഇപ്പൊ സമയം 7 മണിയായി. 7 മണി ഇരുട്ടായി തുടങ്ങി. ഇനിയാണ് രസം. 10 മണിക്ക് അല്ല 12 ആപ്പിന് ഇറങ്ങിയിട്ട് എന്താ ചെയ്യേണ്ടി അറിയില്ല. ഇവിടുത്തെ ആൾക്കാരോടൊക്കെ ചോദിച്ചപ്പോൾ പറഞ്ഞു കുറച്ച് ആൾക്കാരായിട്ടൊക്കെ കമ്പനി ചെയ്യുമ്പോളേ. പിന്നെ ആൾക്കാരെ ചോദിച്ചപ്പോൾ പറഞ്ഞു കുറച്ച് സീനാണ്, ഒന്നും ശ്രദ്ധിച്ചാൽ മതി എന്ന് പറഞ്ഞു. വേറെ സീനൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞു. എന്തായാലും പോയോ കപ്പളെ അറിയുള്ളൂ എന്താ സംഭവങ്ങൾ ഇതൊക്കെ. അവിടുന്ന് ട്രെയിൻ വരുന്നുണ്ട്. ഓണടിച്ചാണ്ട്. ഓ ഇപ്പം 7 മണി കഴിഞ്ഞു. ഇവിടെ എത്തുമ്പോൾ ഒറ്റൊരു കാറ്റാണ് ഉണ്ടാവും.
തമിഴ്നാട്ടിലെ തെരുവിലൂടെ നമ്മൾ അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണ്. തെരുവല്ലേ ഇത്? ഇത് തമിഴ്നാട്ടിലെ റെയിൽവേ സ്റ്റേഷൻ. ഇത് കുറേ നേരമായി ട്രെയിൻ നിർത്തിയിട്ട് പോകണം. പിന്നെ സംഭവം എന്താ അറിയില്ല, പിടിച്ചിട്ട് പോകുന്നുണ്ട് അടുത്ത വണ്ടിക്ക് പോകാൻ. യെസ്. അയ്യോ, ട്രെയിൻ എടുക്കാൻ നേരമായി. കയറിക്കൂടെ ഉണ്ടേ അടിച്ചല്ലോ. Guys, look at this guy. വെല്ലടിച്ച് കേറിക്കോട്ടെ. പോണേ വണ്ടി നീങ്ങി. നമ്മളെ ചലഞ്ച് ഒന്നും കംപ്ലീറ്റ് ആയിട്ടില്ല. കംപ്ലീറ്റ് ആക്കാണ്ട് നമുക്ക് എന്താ പറയാ. ഹലോ അമ്മ ചോദിച്ചിട്ട് ട്രെയിൻ ഭയങ്കര സ്പീഡിലാ പോയിട്ട് യാത്ര ചെയ്തോണ്ടേ ഒന്നും കാണൂല. പരിചയപ്പെട്ടത് ഇവിടെ ട്രെയിനിൽ നിന്ന് കുറേ ആൾക്കാരെ നമ്മൾ പരിചയപ്പെട്ടു. കേൾക്കുണ്ടാകാമോ? കുറേ ആൾക്കാരെ നമ്മൾ പരിചയപ്പെട്ടെ. നല്ല 8-ൻ്റെ 16 പണി കിട്ടി. കാണിച്ചാ എന്താ വയറ് കത്തി ഇതിന്. ആരും ട്രെയിൻ പോകുമ്പോൾ ഹെഡ്സെറ്റ് കുത്തിക്കരുത്. ആരും പറയാം ഇവിടെ എഴുതിക്കോളൂ. ഇത് മൊബൈൽ ഫോൺ ചാർജിങ് ഉള്ളിന്ന് എഴുതിക്കണം. മൊബൈൽ ഫോണ് ഹെഡ്സെറ്റ് കുത്തിച്ച ഇതേപോലെ ആവും. വയറും ഇങ്ങനെ ആവും. ഹെഡ്സെറ്റ് കണ്ട ഹെഡ്സെറ്റ് ഉരുകി പണ്ടാലായിപ്പോയി. തേങ്ങ കഥ. ഇത് വർക്ക് ചെയ്യലല്ലേ ഇനി? ഇത് ചെപ്പി പൊട്ടി തെറിച്ചിട്ടുണ്ടാവില്ലേ? പറയാനില്ല. ഇതെന്താണെന്ന് അറിയില്ല. എന്തായാലും ചാർജർ കിടന്നു ചത്ത്. നമ്മളിങ്ങനെയാണ് ഓരോരോ കാര്യങ്ങൾ പഠിക്കല്. മനസ്സിലായില്ലേ? ട്രെയിനിൽ നിന്ന് ആരും എന്താ പറയാ മറ്റേ ഹെഡ്സെറ്റ് കുത്തിക്കരുത്. അത്ര കുത്തിക്ക അത്യാവശ്യം ഉണ്ടെങ്കിൽ പവർ ബാങ്ക് കുത്തിച്ച് കണ്ട് അയിമില് ഹെഡ്സെറ്റ് കുത്തിക്ക. അതാണ് നല്ലത്. അല്ലെ ഇതേപോലെ ഉരുകി പോവും. പണ്ടറിഞ്ഞ് പുതിയ ചാർജർ വാങ്ങണം. നമ്മളിപ്പോ മേലെ ഇവിടെ കയറി. മേലെ അതിലല്ല മേലെ നമ്മള് ബുക്ക് വായിക്കാൻ വിചാരിച്ചു. കുറച്ച് വായിച്ചു തുടങ്ങി. നമുക്കിന്ന് കംപ്ലീറ്റ് ആക്കണല്ലോ അല്ലേ? ശരിക്കും പറഞ്ഞ മൂടിയാ ഗൈസ്. ഇവിടെ എല്ലാവരും ഇങ്ങനെ വർത്താനം പറഞ്ഞിരിക്കാനാണ് രസം. പക്ഷെ നമുക്ക് എന്തായാലും ഇത് കംപ്ലീറ്റ് ആക്കണം. അത് വേറൊരു കാര്യം. അത് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ടഫാണ് ഇപ്പോൾ. കാരണം നല്ല ഫുഡ് ഇവിടെ ഇഷ്ടംപോലെ ആൾക്കാരൊക്കെ ഷെയർ ചെയ്ത് ഇങ്ങനെ ഫുഡൊക്കെ ഓരോന്നേ ഉണ്ട്. നമുക്കിതൊന്നും തിന്നാറ്റില്ല. അപ്പോൾ അങ്ങനെ ഞാൻ എന്തായാലും ഇത് വായിച്ചും തീർച്ചയായിട്ടും പെട്ടെന്ന്. നിങ്ങളുടെ ഇംഗ്ലീഷിൻ്റെ ക്ലാസ് കാണണം. യെസ്. ഞാൻ എന്ത് വിചാരിച്ചറിയോ, 20 പേജ് വായിച്ചാൽ മതി. ഇത് 10 പേജല്ലേ. നാളത്തെ കൂടി ഇന്ന് തന്നെ വായിച്ചേക്കാൻ അയച്ചത്. നാളെ ഇത് വായിക്കാൻ ടൈം കിട്ടില്ല. നാളെ ഫുൾ പുറത്താവില്ലേ, ട്രെയിനിലൊന്നും ആവില്ലല്ലോ. അതുകൊണ്ടേ ഗൈസ് അങ്ങനെ ബുക്ക് വായിച്ചു കഴിഞ്ഞു. 20 പേജ് വായിച്ചു കഴിഞ്ഞു. നമ്മളിപ്പോൾ ഏതോ കുട്ടിക്കാലേ അങ്ങനെ എന്തോ ഒരു സ്ഥലത്താണ് ഉള്ളത്. ഇപ്പോൾ സമയം 8:50 നമ്മൾ 12:40 ട്രെയിന് ഇതിൽ ടൈം കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ തന്നെ എത്ര അരമണിക്കൂറായിട്ട് ഡിലേ ആണെന്ന് പറഞ്ഞു. അതിലിപ്പോൾ അറിയില്ല, ഓരോ സ്ഥലത്തും ഓരോ കയറും. അതിന് ശേഷം എത്ര 16 മിനിറ്റ് ഡിലേ. ഇപ്പോൾ അരമണിക്കൂറായി. ചിലപ്പോൾ അത് കുറേ കൂടുതൽ ചെയ്യാം. അതിപ്പോൾ എന്താ അറിയില്ല. നമ്മൾ ഇതുവരെയായിട്ടും ട്രെയിനൊന്നും തിന്നിട്ടില്ല, ട്രെയിനൊന്നും മേടിച്ചിട്ടില്ല. ഒക്കെ പെരിയുന്ന കൊടുത്ത് തന്നെ പഴം, കടല, പിന്നെ പെരിയുന്നതിൻ്റെ കുബൂസും ബ്രെഡ് കൂടി ബ്രെഡും കുബൂസും മുട്ടയും കൂടി അങ്ങനെ സാൻഡ്വിച്ച് പോലെ ഉണ്ടാക്കിയതിന് അതൊക്കെ ഇപ്പോൾ ഉണ്ട്. ഇനി അത് തിന്നട്ടെ. വെള്ളം ഇനി 2 ബോട്ടിൽ കൂടി കുടിച്ചാൽ അത് ഫുള്ളാവും. അപ്പോൾ അങ്ങനെ ഗൈസ് കണ്ണൻ ഫിലിമാണ് ഇവിടെ. നമുക്ക് ഇവിടുന്ന് കുറേ ആൾക്കാരെ പരിചയപ്പെടാൻ പറ്റി. നമുക്ക് ഉപകാരമുള്ള കുറേ ആൾക്കാരെ പരിചയപ്പെടാൻ പറ്റി. സത്യം പറയാലോ, ട്രെയിൻ യാത്ര കിട്ടില്ലാണ്. ട്രെയിൻ യാത്ര ഇത്ര ലോങ് ഞാൻ ആദ്യമായിട്ട് പോകുന്നുണ്ട്. എല്ലാവർക്കും പേടിയുണ്ട്. കാരണം എന്താ പറയുക, കുഴപ്പമുള്ളവരെ എങ്ങനെ കയറാം, കുറേ മറ്റേ ആൾക്കാരെ ആളുകളുണ്ടാവും. അതൊക്കെ മോശക്കാരില്ല. അല്ല കഴിച്ച് എല്ലാവരും മോശക്കാരില്ല. എല്ലാത്തിലും നല്ല ആൾക്കാരുണ്ട്, ചീത്ത ആൾക്കാരുണ്ട്. അങ്ങനെ എല്ലാ ഭാഷകളിലും നല്ല ആൾക്കാരുണ്ട്, ചീത്ത ആൾക്കാരുണ്ട്. മലയാളികളിലുണ്ട് കുറേ ചീത്ത ആൾക്കാരുണ്ടോ, നല്ല ആൾക്കാരുണ്ടോ. അപ്പോൾ അങ്ങനെയാണ്. ഇനി നമുക്ക് എന്താ പറയുക, എന്തെങ്കിലുമൊക്കെ തിന്നട്ടെ. നമുക്ക് കഴിച്ചേക്കിട്ട് വരാം. നമുക്ക് ഉച്ചക്ക് കഴിച്ചതിനെ കുറച്ച് 2 ഉണ്ട്, അത് തിന്നാം ഗൈസ്.
ഗൈസ് നമ്മൾ അവിടുന്ന് ഇങ്ങോട്ട് ഷിഫ്റ്റ് ആയി. ഇവിടെ ഒരു കാറ്റുള്ളത്, ഇവിടെ ചൂടാ. ഇപ്പോൾ വൈബായിട്ടാ. അപ്പോൾ ഇവിടെ സുഖമായിട്ട് എടുക്കാം. വെറുതെ ഇറങ്ങിയാലല്ലേ 12 എന്ത് ചെയ്യും? എത്ര 9 മണി ആയിട്ടുള്ളൂ. 9 ആയില്ലേ? ഈ വെറും 3 മണിക്കൂറുണ്ട് ഗൈസ്. കഴിഞ്ഞാൽ വെല്ലുവിളിത്തെത്തും. വെല്ലുവിളി കുറച്ച് ഡേച്ചറാണെന്നൊക്കെ പറഞ്ഞത് ഇവിടുത്തെ ആൾക്കാരോട് ചോദിച്ചപ്പോൾ. എങ്ങനെയാണാവോ പോയിട്ട് എന്ത് ചെയ്യണമെന്നും അറിയില്ല. ഇപ്പോൾ ബസ് എടുക്കാനാണോ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ എങ്ങനെ അറിയില്ല. ഗൈസ് നമുക്കിനി ഇംഗ്ലീഷിൻ്റെ ഇത് കേൾക്കണം. അപ്പോൾ കേൾക്കട്ടെ. ഇത് നെറ്റ് കിട്ടുന്നില്ല, അതാ ഭയങ്കര പ്രശ്നം. അത് കേട്ട് കഴിഞ്ഞാൽ പിന്നെ ഓൾമോസ്റ്റ് ഫുള്ളായി. പിന്നെ ഒരു ബോട്ടിൽ കൂടി വെള്ളം കുടിക്കാറുള്ളൂ. ഇപ്പോൾ സമയം 9:30. ഇംഗ്ലീഷിൻ്റെ ക്ലാസ് കഴിഞ്ഞു. അപ്പോൾ ഒരു സമാധാനമുണ്ട്. നമുക്ക് 9:40. തലവേദന എടുക്കുക ചെറുതായിട്ട്. എന്തൊക്കെയാവുമെന്ന് നമുക്കറിയില്ല. നമുക്ക് അടിയിരിക്കാൻ കുറച്ചു നേരം. നമ്മളിപ്പോൾ ഇവിടെ തിരുച്ചിറപ്പള്ളി സിറ്റി, തിരുച്ചിറപ്പള്ളി എത്തി ഗൈസ്. തിരുച്ചിറപ്പള്ളി ഇവിടുത്തെ കുറച്ച് ഫേമസ് ആയിട്ടുള്ള സംഭവമാണ്, ഒരു സ്ഥലമാണ്. ഗൈസ് നമ്മളെ കിടപ്പാടം പോയി. വീണ്ടും കിടപ്പാടം പോയി. നമ്മൾ ആദ്യം ടിക്കറ്റ് എടുത്ത അവിടെ ആളില്ലേ? നമുക്ക് സീറ്റ് അവിടെ ഉണ്ടാ? ടിക്കറ്റ് ആണെങ്കിൽ അവിടെ വേറെ ഒരാൾ ഇരിക്കണ്ട്. അടിയിരിക്കാൻ പറ്റില്ല. ഇനി എന്താ പറയാ, ഇനിയാന്ന് ഇറങ്ങേണ്ടി ശരിക്കും പറഞ്ഞാലേ കാഴ്ച കാണാനൊന്നും പറ്റില്ല. കാഴ്ച കാണാൻ എന്താ കാണാൻ? 10 മണിയായി. ഇറങ്ങണ പോവും. ഇറങ്ങാന പുറത്ത് വരുന്നു പണ്ടാരം. നമ്മളവിടുന്ന് ആട്ടി തിരിച്ചു വന്നു. മേലാണ് നമ്മളെ സീറ്റ്. അടിയിൽ ഇപ്പൊ ആര് കാണി, ആര് വരുമ്പോ പിന്നെ നീച്ചു കൊടുക്കേണ്ടി വരും. എന്നിട്ട് മേലെ ഇരിക്കേണ്ടി വരും. മറക്കണം. ട്രെയിൻ റിവേഴ്സ് എടുക്കണോ? മുമ്പൊക്കെ പോകേണ്ടി, ബാങ്കിലേക്ക് പോകേണ്ടത്. ഒന്നും അറിയില്ല. അങ്ങോട്ടാണ് പോകേണ്ടി നമുക്ക്. ഇങ്ങോട്ടാണ് പോകേണ്ടത്. സംഭവം അറിയില്ല. നമ്മളിവിടെ അടുത്ത പീനട്ട് ബട്ടർ എന്താണ് മസാല പീനട്ട് 2 വാങ്ങിയിരുന്നു. അത് നിന്നിരിക്കുക. 10:45 ഇപ്പൊ എടുക്കാന്ന് വിചാരിച്ചു. ഇവിടെ ലൈറ്റ് ഒക്കെ ഓഫാക്കി. മഴ പെയ്യുന്നുണ്ട് പുറത്ത്. ഇതിൽ കുറച്ചേരം എടുക്കട്ടെ. സമയം 12:40. ഒരു ചെറിയ വർക്ക് ഉറങ്ങി. ഇതൊക്കെ സെറ്റ് ചെയ്യട്ടെ, ഇറങ്ങാനായി. 12:40 കഴിഞ്ഞു. ട്രെയിന് ഡിലേ ആണ്. എത്തിയില്ല. സ്ഥലത്ത് വിൽവരം പണ്ടാരം ആടുകളൊന്നായിട്ട് ഉറക്കം. ഞാൻ മര്യാദക്ക് ഉറങ്ങിയിട്ട് ഒരു ചങ്ങായാണ് വന്നിക്കുക. ചങ്ങായാണ് വന്നുകൊണ്ട് ഇന്ത്യതാണെന്ന് പറഞ്ഞു. അയാളെ സീറ്റ് തന്നെയാണ്. പിന്നെ ഉറക്കൊക്കെയാണ് പോയി. അപ്പുറത്താ അപ്പൊ ഉറക്കൊക്കെയാണ് പോയി പണ്ടാരം. പിന്നെ കുറച്ചേരം പിന്നെ ഒറ്റ സീറ്റല്ലേ ഉള്ളൂ. അപ്പൊക്കെ നമുക്ക് ഒറ്റ സീറ്റല്ലേ കിട്ടിയിട്ടുള്ളൂ. കേട്ടാ അപ്പുറത്ത് ഇപ്പുറത്ത് ഞാൻ അങ്ങോട്ട് ഇങ്ങോട്ട് തിരിഞ്ഞു. കാലൊക്കെ മടക്കിയാണ്ട് അങ്ങനെ ഇരുന്ന് അങ്ങനെ ഒരു വിധത്തിലാണ് ഇറങ്ങി. തരിച്ചൊന്നായിട്ട് കാല് മടക്കിച്ചാട് അങ്ങനെ ഇങ്ങനെ ഇരുന്നാണേ തരിച്ചിട്ട്. നല്ല രസാണ്. അപ്പൊ വിലുവരെ എത്തിക്കണം. ഇനി അടുത്തത് എന്താന്ന് അറിയില്ല. വാട്ട്സ് നെക്സ്റ്റ് എന്താന്ന് നമുക്കറിയില്ല. എല്ലാ ടീമിനും വിലുവരത്തെ ഫോൺ എടുക്കാൻ പറ്റണ്ടാവില്ല. പണ്ടാരം എന്ത് രാവിലെ ആയാലും സമാധാനം ഉണ്ടാവില്ലേ ഉറങ്ങ. കാരണം നമുക്ക് ഇതൊന്നും ഓടി വെച്ച് ഉറങ്ങാനൊന്നും പറ്റില്ലല്ലോ. രാത്രി അല്ലേ പിന്നെ രാവിലെ കിടന്നുറങ്ങിക്കണം. എനിക്ക് രാവിലെ പണ്ടര ഉറക്കം തന്നെയാ. സർട്ടിയാ ഫ്രഷ് ആയിക്കണം. മോൻ കേട്ടെ ഇവിടെ അല്ല അപ്പുറം. ഓ ചാച്ചാ ട്രെയിന് ഇത് അപ്പുറമാടാ. അപ്പുറമാണ് ഗേസ്. അല്ലേ അപ്പുറല്ലേ? അപ്പൊ ഇവിടെയും ട്രെയിൻ പാളം അവിടെയും ട്രെയിൻ പാളം. അപ്പൊ പിന്നെ അവിടെ നടുവിൽ ഇറങ്ങും. എങ്ങനെ എന്താന്ന് നോക്കട്ടെ. എവിടുത്താ ഇതല്ലേട്ടാ? നോക്കട്ടെ. ഇവിടെയല്ലേ? ഇവിടെ തന്നെ ഇവിടെതാ മറ്റേ നോർത്ത് ഇന്ത്യത്തെ ആൾക്കാർ വെച്ച് ഇപ്പോഴത്തെ ഒറ്റ ചാട്ടം ചാടിക്കോവാ.
ഇതിങ്ങനെ കണ്ടപ്പോയല്ല നല്ല സ്പീഡ് ഉണ്ട്, ഇറങ്ങി ഞാൻ മോനെ പഠിച്ചു പോകും. കൈസ് എത്തി. ആൾക്കാരും ഇല്ല, 1 മണി ആയിക്കണല്ലോ, പിന്നെ പാരം ഉണ്ടാവില്ലേ. എന്നാലും ഇവിടുത്തെ ആൾക്ക് ചങ്ങായി പറഞ്ഞു ഇവിടെ നല്ല ടീംസൊക്കെ ഉണ്ടാവും പറഞ്ഞു. ട്രാൻസ്ജെൻഡേഴ്സ് ഇതിനോട് സുഖം ഉണ്ടാവില്ല, വെറും ഇതാണ്. ഞാൻ ഒന്നും പറയണില്ല, വീഡിയോ ആയി പോയി. അറിയില്ല. ഇവിടെ ഫുള്ള് ലൈറ്റ് ഒക്കെ ഇട്ട് വൈബാണല്ലോ. അവിടെ ഇവിടെ തന്നെ ആൾക്കാർക്ക് കിടക്കുന്നുണ്ട്, നമുക്കൊരു പായിരിച്ച് കിടന്നാലാ ഇങ്ങോട്ട് പറയാ. ഇതെന്താ നിർത്താതെ ഇങ്ങനെ പോവാണല്ലോ. അതുണ്ടാവും, സ്ഥലം ഉണ്ടാവും. ഇത്തിരി കുറച്ച് പൈസ കൊടുത്താല് മൊത്തം ടീം മൊത്തോടെ കിടന്നു വായിച്ച്. വില്ലുപുരം ജംഗ്ഷൻ. ആ ഇവിടെയാണ് വണ്ടി നിർത്തുക. ലാസ്റ്റ് ഇതാണിത്. ഇത് നമ്മൾ ടിക്കറ്റ് എത്രയായി? 350 ഒരാൾക്ക് 350. ഇവിടുന്ന് തിരൂരിന്ന് വില്ലുപുരം ജംഗ്ഷൻക്ക് 350. അങ്ങനെ വലത്തേക്കാൽ വെച്ചില്ല, അങ്ങനെയാണ് ആദ്യം ഇറങ്ങുന്നത്. ഇറങ്ങി അതിന്റെ ടീം അതാ. വില്ലുപുരം ജംഗ്ഷൻ എത്തി ഗൈസ്. അങ്ങനെ നമ്മൾ എങ്ങനെ പോകണം തീരുമാനിക്കണുള്ളൂ, ഒന്നും ചെയ്തിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. ഞാൻ ഇപ്പം തന്നെ അടുത്ത വീഡിയോ തുടങ്ങും. പക്ഷേ ഇത് ഇവിടെ വെച്ച് നിർത്തുകയാണ് ഗൈസ്. ഓക്കെ, ബൈ.